ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻഫിനിറ്റി ഡിസൈൻ ആപ്ലിക്കേഷൻ്റെ ലോഗോയും പിന്നെ അതുപോലെ ഈ ആപ്ലിക്കേഷനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് ആർട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ എന്ന ആപ്ലിക്കേഷനിലൂടെ ഡോട്ട് ആർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം, ഒരു പരീക്ഷണമാണ് എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്നും നമുക്ക് ഡോട്ട് ആർട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇൻഫിനിറ്റി ഡിസൈൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. ഇൻഫിനിറ്റി ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ 320 രൂപ കൊടുത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും വാങ്ങാവുന്നതാണ്, പർച്ചേസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല. എന്നാണെങ്കിൽ നിങ്ങൾക്ക് ക്രോം അല്ലെങ്കിൽ ബ്രൗസറിലൊക്കെ നിങ്ങൾക്ക് ക്രാക്ക്ഡ് വേർഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ന്യൂ എന്നും കാണാം, ഇമേജ് എന്നും കാണാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ ഇമേജ് ലെയർ ആഡ് ചെയ്യണം. അപ്പോൾ ഗാലറി കൊടുക്കുക. ഗാലറി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ അതിൽ നിന്നും സെലക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് നിങ്ങൾക്ക് വരിക. ട്രേസ് ഓർ ഇമേജ് എന്നാണ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്കിതിൽ വേണ്ട ഏതാണ്. അപ്പോൾ ഞാനിപ്പോൾ ട്രേസാണ് കൊടുക്കുന്നത്, ട്രേസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ പിക്ചറിൻ്റെ മേലെ വരക്കാതെ ഒരു ലെയറിലേക്ക് വരക്കാം. ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അറിയാതെ നമുക്ക് അതിലേക്ക് വരച്ച് പോകും. അതുകൊണ്ട് നമ്മൾ ട്രേസ് തന്നെ കൊടുക്കാം. അപ്പം ട്രേസ് കൊടുത്തതിന് ശേഷം ഇവിടെ അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് ടിക്ക് കാണാം. ആ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ വിടുകയും. ഓക്കെ ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 ഡോട്ട് കാണാം. 3 ഡോട്ടിലാണ് നമ്മൾ സേവിങ്ങും കാര്യങ്ങളും അതുപോലെ ഇമേജ് ഇമ്പോർട്ട് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതും നമ്മൾ വരച്ച് വെച്ച സാധനം പിന്നീട് വരക്കാമെന്നുള്ളതിനാൽ സേവിങ് ഓപ്ഷനൊക്കെ ഇതിൽ തന്നെയുണ്ട്. പിന്നെയുള്ളതാണ് ലെയർ സെക്ഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ലെയർ കൊടുത്തു പോകാം. അപ്പോൾ ലെയറിൻ്റെ സെക്ഷൻ അതാണ്. രണ്ടാമത്തതാണ് ടൂൾ സെക്ഷനിൽ നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ട്യൂട്ടോറിയലൊക്കെ ഇടുമ്പോൾ അതിൽ തന്നെ ഒരുപാട് ടൂൾസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ബ്രഷിൻ്റെ സെക്ഷൻ വരുന്നത്? ബ്രഷിൻ്റെ സെക്ഷൻ ബ്രഷാണ്. ഒരുപാട് ബ്രഷ് ഉണ്ട്, ഇതിൽ ഒട്ടനവധി ബ്രഷ് ഉണ്ട്. രണ്ടാമതായി വരുന്നതാണ് സെലക്ടിങ് ഓപ്ഷൻസ് ആണ്. കുറേ സെലക്ടിങ്ങും ഡിലീറ്റിങ്ങും അതുപോലെ എഡിറ്റിൻ്റെ ഓപ്ഷൻസൊക്കെ ഇതിൽ വരുന്നുണ്ട്. മൂന്നാമത് ഇറേസറാണ്. നാലാമത് വരുന്നത് ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നതാണ്. പിന്നെ അഞ്ചാമത് വരുന്നത് നമ്മുടെ കളർ പാലറ്റാണ്. കളർ പാലറ്റ് എവിടെ നമുക്ക് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആറാമത് വരുന്നത് ഇതിലെ ഒപ്പാസിറ്റി. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രഷിൻ്റെ ഒപ്പാസിറ്റി, കളറിൻ്റെ ഒപ്പാസിറ്റി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇവിടെ നമുക്ക് സെറ്റിങ്സ് കാണാം. സെറ്റിങ്സിൽ ഷേപ്പ് ഡിറ്റക്ഷൻ ഉണ്ട്, ഡിസ്പ്ലേ ഔട്ട്ലൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വരച്ചതിൻ്റെ ഔട്ട്ലൈനൊക്കെ സെറ്റ് ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ ഈ ഐക്കണാണ് ഇപ്പം ഫുൾ ഡിസ്പ്ലേയിലേക്ക് മാറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ഡോട്ട് ആർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ട്രേസാണ് കൊടുത്തത്. ഒരു പുതിയ ലെയർ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിനും പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡോട്ട് ആർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ശ്രമമാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ഫ്രണ്ട്സ് ഫോട്ടോയുടെ ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നമ്മുടെ ലെയർ സെക്ഷനിൽ വൈറ്റിലോട്ട് കളർ സെലക്ട് ചെയ്യാം, ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ബ്ലാക്ക് കൊടുത്തതിനും ഇതിൻ്റെ ഒപ്പാസിറ്റിയും കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പെന്നും ബ്രഷും ഇപ്പോൾ നമുക്ക് ഇങ്ക്, ഡാഷ്, ആർട്ടിസ്റ്റിക്, സ്കെച്ച്, ടെക്നോ അങ്ങനെ 5 ബ്രഷിൻ്റെ സെക്ഷൻ കാണാം. അപ്പോൾ അതിൽ നമുക്ക് രണ്ടാമതായിട്ട് ഡാഷിലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കാണാം വീഡിയോയുടെ പെന്നാണ് കാണിക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ കളർ സെലക്ട് ചെയ്യാം, വൈറ്റ് സെലക്ട് ചെയ്യുന്ന ബ്ലാക്കിലാണ് ചെയ്യുന്നത്. ഇതുപോലെ ഡോട്ട് കാണാം. അപ്പോൾ നമ്മൾ ഒരു ശ്രമം മാത്രമാണ്. അപ്പോൾ അത് സൂം ചെയ്യുന്നു, ഫോട്ടോ സൂം ചെയ്തു. നമുക്ക് ഇതിൻ്റെ ബ്രഷ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, കുറച്ചും കൂടി വലുതാക്കാം. ഓക്കെ, ഇനി ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. സ്കെച്ച് ബുക്കിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോരോ ഡോട്ട് വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലൊരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ ഞാനിവിടെ എനിക്ക് വിട്ടുപോകുന്നതിനാൽ ഞാനിവിടെ ടൂൾ സെക്ഷനിൽ ലാസി ടൂൾ യൂസ് ചെയ്ത് നോക്കുവാണ്. ഓക്കെ.
ഓക്കെ, ഇതുപോലെ ചെയ്തു. ഇത് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നിട്ട് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ കൊടുക്കണം. നമ്മൾ വരച്ച ഔട്ട്ലൈൻ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഭാഗം കണ്ണട വരച്ചതിനും നമുക്കിത് ഒരു ഭാഗം കൂടി ഉണ്ട്, ഇവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്തു. പിന്നെ അതുപോലെ ഇപ്പുറത്തെ ഭാഗവും ഓക്കെ. ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറക്കാണ്. ഇതിനുള്ളിൽ അത്യാവശ്യം ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഓക്കെ, അത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഇനി മുഖത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഓപ്പോസിറ്റ് കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ചൊറിച്ചിട്ട് നമ്മൾ സ്ക്രിബിൾ ചെയ്യുന്നില്ലേ, അതുപോലെ അങ്ങ് ചെയ്ത് വെക്കുക. ചൊറിച്ചങ്ങ് ചെയ്യാം. ഇതുപോലെ ഇത് നമുക്ക് പെട്ടെന്ന് കഴിയും. മറ്റേത് നമ്മൾ ഓരോ ഡോട്ടിട്ട് കൊണ്ടുപോകുന്നതാണ്. സ്കെച്ച് ബുക്കിൽ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം വേറെ എന്തെങ്കിലും മെത്തേഡ് അതിൽ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം, നമുക്കതിൻ്റെ ഒന്ന് ചെയ്തിടാം. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പേ 500 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു താങ്ക് യു പറയുന്നു. അപ്പോൾ ഇനി ട്യൂട്ടോറിയൽ ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഇത്രയധികം ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞില്ല. എന്തായാലും നന്ദി. ഞാൻ ചെയ്യുന്നത് ഈ മെത്തേഡിലൂടെ തന്നെ ഇങ്ങനെ ചെയ്തു പോവുക. അപ്പോൾ അതൊരു ലൈനിട്ട പോലെ തോന്നിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ ഇൻഫിനിറ്റി ഡിസൈനിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സിമ്പിൾ മെത്തേഡാണ് ഇൻഫിനിറ്റി ഡിസൈൻ ചെയ്യുന്നത്. മറ്റേത് നമ്മൾ എഫേർട്ട് നല്ലോണം കൊടുക്കണം. ഇതിൽ അത്ര വലിയ എഫേർട്ട് കൊടുക്കുന്നില്ല, പക്ഷേ പെർഫെക്ഷൻ കുറയും കേട്ടോ. ഇതിൽ ചെയ്യുമ്പോൾ പെർഫെക്ഷൻ നമ്മൾ മറ്റേ ഡോട്ടിട്ട് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ പെർഫെക്ഷൻ കുറഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ സ്പീഡായിട്ട് ചെയ്യുകയാണ്. ഇതെങ്ങനെ ചെയ്തു, അത്യാവശ്യം ഗ്യാപ്പിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചും കൂടി കുറക്കണം. കുറച്ചിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും ഒരു ഒപ്പാസിറ്റി കുറച്ചിട്ട് ലൈറ്റ് ആയിട്ടുള്ളതിൽ ആദ്യം ഷെയ്ഡ് ചെയ്യാം, അതിനുശേഷം കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നൊന്ന് ഹൈലൈറ്റ് ആയിട്ട് കിട്ടും. ഞാൻ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഒപ്പാസിറ്റി ഒരു 50-40 സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം ഡോട്ടിൻ്റെ സൈസ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അളവ് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്.
ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ഈ ഒരു മോഡലിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഹൈലൈറ്റ് ചെയ്യണം. ഒപ്പാസിറ്റി വീണ്ടും കൂട്ടി നമ്മളിതിനെ ഹൈലൈറ്റ് ചെയ്യണം. ഇത് ഈ ഒരു മെത്തേഡ് നമ്മൾ സ്ക്രിബിൾ ചെയ്യുന്നില്ല, സ്ക്രിബിൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ലൈൻ ഇട്ട പോലെ തോന്നിക്കില്ല. സ്കെച്ച് ബുക്കിൽ ചെയ്ത ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സ്കെച്ച് ബുക്കിൽ ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ ഇതിടാമെന്ന് വിചാരിച്ചു. സ്കെച്ച് ബുക്കിൻ്റെ ട്യൂട്ടോറിയൽ ഞാനിങ്ങനെ പകുതി കിട്ടിയൊക്കെയാണ്. അത് നിങ്ങൾക്കറിയാൻ സാധിക്കും, കുറച്ച് ടൈം എടുത്ത് ചെയ്യണമെന്ന്. എന്നാലും അത് ഒരു 10-15 മിനിറ്റിനോളം ഒപ്പിച്ചിട്ട് വെച്ച് ചെയ്യുന്നുണ്ട് ട്യൂട്ടോറിയൽ. ലെങ്ത്ത് കൂട്ടണമെങ്കിൽ കൂട്ടാൻ കിട്ടും. ഇതിപ്പോൾ തന്നെ ഒരു 10-11 മിനിറ്റിൻ്റെ അടുത്തായി. അപ്പോൾ ഞാനൊന്ന് സ്പീഡായിട്ട് ചെയ്തിട്ട് അടുത്ത ഭാഗങ്ങൾ ചെയ്യാം. ഓക്കെ, നമുക്ക് എത്ര എണ്ണം ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും എണ്ണം ഹൈലൈറ്റ് ചെയ്യാം. അത് ഹൈലൈറ്റിംഗ് എല്ലാ ഭാഗങ്ങളിലാണ് കൂടുതൽ ചെയ്യേണ്ടത്. ഹൈലൈറ്റ് ഇല്ലാത്തടത്ത് കൊടുത്ത് ചെയ്യരുത്. പിന്നെ നമ്മുടെ ബ്ലാക്ക് സെക്ഷൻ വരില്ലേ, ഇപ്പം കണ്ണട ഇപ്പം ബ്ലാക്ക് സെക്ഷൻ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അവിടെ ആ ഭാഗങ്ങൾ ചെയ്യാതിരിക്കും. അപ്പോൾ അതിന് എന്താ പറയുക, ഫോട്ടോയുടെ ഇത് പോകുന്നത് പോലെ ഇപ്പം ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ പറയുക, നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ഇത്രയും ഭാഗം ഞാൻ ചെയ്ത് കാണിച്ചു തന്നു. ഇനിയിപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡോട്ട് ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കുക, ലൈറ്റായിട്ട് ഡോട്ട് ഇടുക. ഞാൻ ഒന്നുകൂടി കാണിച്ചിരുന്നത്, നമ്മളിവിടെ ബ്രഷിൽ ലൈറ്റായിട്ട് ഡോട്ട് ഇടുക, ലൈറ്റായിട്ട് ഡോട്ട് ഇടുക. എന്നിട്ട് ഫുൾ സൈസ് ആക്കുക, ഫുൾ ഒപ്പാസിറ്റി കൊടുത്തിട്ട് ഡാർക്കായിട്ട് ഡോട്ട് ഇടുക. അങ്ങനെ അത് അടുപ്പിച്ച് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലൈൻ ഇട്ടതുപോലെ തോന്നില്ല. അതിനാണ് ആ ഒരു മെത്തേഡ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതൊരു ശ്രമം മാത്രമായിരുന്നു, തുടക്കമാണ് ഇതിൽ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് ഒരു 99% ഓക്കെയാണ്. സ്കെച്ച് ബുക്കിൻ്റെ അത്ര വരില്ലെങ്കിലും 99% ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയൊരു ട്യൂട്ടോറിയലുമായി വരുന്നവരെ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.